I am Dr. Girija, a homeopathic physician as well as a trainer. ഞാൻ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ഡോക്ടർ വന്ദനയുടെ പേരിൽ സമർപ്പിക്കുകയാണ്. ഡ്യൂട്ടിക്കിടയിൽ അപമൃത്യുവിനിരയായ ആ പാവം പെൺകുട്ടിയുടെ പേരിൽ ഈ നാഷണൽ ഡോക്ടേഴ്സ് ഡേ സമർപ്പിക്കുന്നു. ഹീലിംഗ് ഹാൻഡ്സ്, കെയറിംഗ് ഹാർട്ട്സ്, ഇതാണ് നാഷണൽ ഡോക്ടേഴ്സ് ഡേയുടെ തീം. മെഡിസിൻ്റെ എല്ലാ വിങ്സിലും പെട്ട ഡോക്ടർമാരെ, അലോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും നാച്ചുറോപ്പതി ആണെങ്കിലും യുനാനി മെഡിസിൻ ആണെങ്കിലും സിദ്ധ മെഡിസിൻ ആണെങ്കിലും അവരിലെല്ലാ ഗ്രൂപ്പിലും പെട്ട ഡോക്ടർമാരെ ഈ ദിവസം എൻ്റെ ഹൃദയം കൊണ്ട് ആദരിക്കുന്നു. രോഗികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അങ്ങനെയുള്ള ഡോക്ടർമാർ നമുക്കിടയിൽ ഒത്തിരിയുണ്ട്. എനിക്ക് പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പേരുടെ പേര് പറയേണ്ടതായിട്ട് വരും. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മുതൽ ഹൗസ് സർജൻസ്മാർ മുതൽ യങ് ഡോക്ടേഴ്സ് മുതൽ വളരെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർമാർ വരെ ജീവിതത്തിനേക്കാൾ കൂടുതൽ രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്നവർ ഈ നാട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ടോ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നും? അതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഗവൺമെൻറ് ഒന്ന് മാറി ചിന്തിക്കട്ടെ. IAS ഓഫീസർമാരെക്കാൾ കൂടിയ ഡിഗ്നിറ്റിയുള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട വേതനങ്ങളും ആനുകൂല്യങ്ങളും നൽകി നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകിയാൽ ഈ വൈദ്യരംഗം വളരെയധികം മെച്ചപ്പെടും. ഇവിടെ അഴിമതി ഇല്ലാതാകും. അതിനുവേണ്ടിയാകട്ടെ ഈ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ശ്രമങ്ങൾ. 0 മാർക്ക് വാങ്ങി പൂജ്യന്മാരായ ഡോക്ടർമാരായി തീരാൻ ഇമ്മിണി ബല്യ ഒന്ന് ഇടത്ത് ഭാഗത്തിട്ട് കുറേ കാലം മാർക്ക് തിരുത്തി ഡോക്ടർമാരുണ്ടായ കാലത്താണ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന കോൺസെപ്റ്റ് വന്നത്. അതിൽ കൂടി നല്ല നല്ല ഡോക്ടർമാർ നമ്മളുടെ മേഖലയിലേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന എന്താണ്? നീറ്റ് എക്സാമിലും ക്രമക്കേടുകൾ നടക്കുന്നു. അത് തിരുത്തപ്പെടേണ്ടതാണ്. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ, ആ കുട്ടി വളർന്നു വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ആ ഡോക്ടർ അവന് നൽകുന്ന കെയറിൽ നിന്നും ഡോക്ടർ ഒരു ദൈവമാണ്, അല്ലെങ്കിൽ ഡോക്ടർ എൻ്റെ ദൈവമാണ് എന്നുള്ള രീതിയിലേക്കാണ് ആ കുട്ടിയുടെ മനസ്സിൽ ആ ബിംബം തെളിയുന്നത്. അതിൽ നിന്നാണ് അവൻ ആ ഡോക്ടറിൻ്റെ ഡെഡിക്കേഷൻ കാണുന്നതും തനിക്കും ഒരു ഡോക്ടറാകണം എന്നുള്ള ചിന്ത മനസ്സിൽ വളർത്തുന്നത്. അത് ചെറുതിലേ വളർന്നു വരുന്ന ചിന്തയാണ്. ആ ചിന്തയിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഡോക്ടറായി തീർന്നാൽ അവൻ ആ സമൂഹത്തിനൊരു വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. അങ്ങനെയുള്ള ഡോക്ടർമാരെ താഴ്ത്തിയിടാൻ, അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സുകളെ ഹനിച്ചിടാനാണ് ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ സഹായിക്കുക. അതില്ലാതാക്കുക. മെഡിക്കൽ രംഗം പരിശുദ്ധമാക്കട്ടെ. മെഡിക്കൽ രംഗത്തുള്ള അഴിമതികൾ ഇല്ലാതാകട്ടെ. വളരെ ജനറസും ഡെഡിക്കേറ്റഡുമായിട്ടുള്ള ഡോക്ടർമാർ ഉയർന്നു വരട്ടെ. എല്ലാവർക്കും നമസ്കാരം.